നമുക്കൊരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. സ്വർഗീയ പിതാവായിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. കർത്താവെ, ഇന്ന് ദൈവവചനത്തിലെ കർത്താവെ, അങ്ങയുടെ ശിഷ്യനായിരുന്ന ആൻഡ്രൂവിനെക്കുറിച്ച് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കണമേ. സകലത്തെയും വിവേചിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കർത്താവെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് വചനത്തിൻ്റെ ആഴങ്ങളെ ദൈവം ഗ്രഹിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണ പിതാവേ, ആമേൻ. അപ്പം മുമ്പിലുള്ള കുറച്ച് സമയം വേഗത്തിൽ ഞാൻ മനസ്സിലാക്കിയതും ഈ കഴിഞ്ഞ ഒരാഴ്ച പഠിച്ചതുമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ്രൂ ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു അന്ത്രയോസ്. അന്ത്രയോസിൻ്റെ പേരിൻ്റെ അർത്ഥം കറേജിയസ് അല്ലെങ്കിൽ മാൻലി എന്നുള്ളൊരു അർത്ഥമാണ് പേരിനർത്ഥം. പിതാവിനെക്കുറിച്ച് നമ്മൾ വചനത്തെ കാണുന്നുണ്ട്. ഞാൻ എല്ലാ റെഫറൻസ് വായിച്ച് പോകുന്നില്ല. മത്തായി 16-17 വായിക്കുന്നുണ്ട്. ജോന അല്ലെങ്കിൽ ജോൺ എന്നും അറിയപ്പെട്ടിരുന്നു. സഹോദരൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാരാണ്? പത്രോസാണ്. പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ബെത്സൈദ. ഇതെല്ലാം നമ്മൾ ഈ പിക്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ചെയ്തിരുന്ന തൊഴിൽ മീൻപിടുത്തമാണ്. അതിലെ പാർട്ട്ണർ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ശിമോൻ പത്രോസ് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് യാക്കോബ്, യോഹന്നാൻ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഡാനി നവംബറിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നതായിരിക്കുന്ന സമയത്ത് 1-ാം അധ്യായം ഞാനൊന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് പോയി മറച്ചു, നോട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അന്ത്രയോസിനെ കുറിച്ചൊന്ന് പറഞ്ഞു വിട്ടിരുന്നു ഈ ക്ലാസ്സിലൊക്കെ. അന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു. യോഹന്നാൻ 1:35 മുതൽ 40 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ യോഹന്നാൻ അന്ത്രയോസിനെ പരിചയപ്പെടുന്നത്. ഈ യോഹന്നാൻ അന്ത്രയോസിനെ പരിചയപ്പെടുത്തുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റ് സുവിശേഷങ്ങളെ കാണാതെ പേര് പറയാത്ത എടുത്ത് അന്ത്രയോസിൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഈ യോഹന്നാൻ ഇവിടെ നമുക്ക് അന്ത്രയോസിനെ പരിചയപ്പെടുത്തുന്ന 2-3 ഇടങ്ങൾ പേര് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1:35 മുതൽ 40 വരെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെ വായിക്കാം, കാരണം സമയക്കുറവുള്ളതുകൊണ്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിറ്റേനാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇത് നമുക്കറിയാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന വാക്കാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ആ 2 ശിഷ്യന്മാരാരായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് താഴേക്ക് കാണുമ്പോൾ ഒരു ശിഷ്യൻ ആരായിരുന്നു എന്നറിയാം. ആ ശിഷ്യനാണ് അന്ത്രയോസ്. അപ്പോൾ അന്ത്രയോസ് ആദ്യം യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായി കൂടെ ഉണ്ടായിരുന്നതായിരിക്കുന്ന വ്യക്തിയാണെന്ന് വചനത്തിൽ നമുക്ക് ആദ്യം നമ്മൾ ആൻഡ്രൂവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 ശിഷ്യന്മാരിൽ മറ്റേ ശിഷ്യൻ ആരാണ് എന്ന് വചനത്തിനകത്ത് നമുക്ക് തെളിവില്ല. പക്ഷേ ചില പഠിതാക്കൾ ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. കാരണം എഴുതിയ യോഹന്നാൻ ഒരിക്കലും യോഹന്നാൻ്റെ പേര് പറയാത്തത് കൊണ്ട് ഒരു പക്ഷേ യോഹന്നാൻ ആയിരിക്കാം എന്ന് പറയുന്നു. അതിന് വചനപ്രകാരം തെളിവില്ല. പക്ഷേ എന്തായാലും ഒരു ശിഷ്യൻ്റെ പേര് അന്ത്രയോസ് ആണ്. അത് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്നു. ആദ്യം നമ്മളത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 38-ാം വാക്യത്തിൽ യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടു. അപ്പം ഇത് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ ഈ ആൻഡ്രൂവും മറ്റേ ശിഷ്യനും കൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. അടുക്കലേക്ക് വരുമ്പോൾ യേശു അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പോൾ യേശു ചോദിച്ച ചോദ്യത്തിന് അവർ ചോദിച്ച കാര്യമാണ് ഇത്. അന്ത്രയോസാണ് ചോദിച്ചതെന്ന് അറിയില്ല. അവിടെ പറയുന്ന അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം യേശു ചോദിച്ചു, എന്തന്വേഷിക്കുന്നു? അവർ പറയാണ്, നീ എവിടെയാണ് പാർക്കുന്നത് അല്ലേ? അപ്പം അത് കാണിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എവിടെയാണ് ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, നീ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ അറിയുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹം ഈ അന്ത്രയോസിനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താ അന്ത്രയോസ് കേട്ടെ? ദൈവത്തിൻ്റെ കുഞ്ഞാട് അല്ലേ? ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട ചരിത്രങ്ങളും പഴയ നിയമത്തിലെ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിട്ടിരിക്കണമെങ്കിൽ സർട്ടൻ ആ ഒരു ക്വാളിറ്റി അവൻ ഈ ആൻഡ്രൂവിൻ്റെ ലൈഫിൽ
ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? സത്യത്തെ അന്വേഷിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കണം അല്ലേ? യോഹന്നാൻ്റെ കൂടെ അന്നത്തെ കാലത്ത് ശിഷ്യനായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അല്പം അതിനെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യം, അന്ന് രാത്രി അവനോട് കൂടെ അവിടെ പാർത്തു. യേശുവിൻ്റെ കൂടെ അന്നൊരു രാത്രി പാർക്കാനായിട്ട് ഈ അന്ത്രയോസിനും കൂടെ ഉണ്ടായിരുന്ന ആ ശിഷ്യനും ഭാഗ്യം ലഭിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ? അവരെന്തെല്ലാം കാര്യങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തു, കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ദാഹമുള്ളതായിരിക്കുന്ന അല്ലേ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ആ സത്യം അറിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകനെ വിട്ടിട്ട് എന്തിനാ അങ്ങോട്ട് പോയെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, അതാണ് മശിഹ. യഥാർത്ഥത്തിൽ മശിഹയെ കണ്ടെത്തിയെന്നാണ് പിന്നീട് സാക്ഷ്യം പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് 41 വാക്യത്തിലേക്ക് നോക്കിക്കേ. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് ഇല്ലേ, ആദ്യം കണ്ടു. ഭാഗം ഇംഗ്ലീഷ് ഞാൻ വായിച്ചില്ല, പക്ഷേ അതിനകത്ത് ആദ്യം കണ്ടു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ നേരെ പോയി പറഞ്ഞ ആൾ ആരുടെ അടുത്താണ്? ശിമോൻ പത്രോസിൻ്റെ അടുത്ത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധവും ഞാൻ അതിനകത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒത്തിരി പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഒരു സഹോദര ബന്ധം നന്നായിട്ട് അവർ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതും, ഈ പത്രോസിന് ഈ കാര്യങ്ങളൊക്കെ അല്ലേ മശിഹ എന്നുള്ള ഒരു കാര്യം ഈ ആത്മീയമായിട്ട് ആ കുടുംബം നല്ല നിലവാരത്തിൽ നിന്നിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുവാനായിട്ട് ഇടയാകുന്നത്. കാരണം ഇതെല്ലാം വായിച്ച് നോക്കിക്കഴിയുമ്പോൾ അത് കഴിഞ്ഞ് യേശുവിനെ കൊണ്ടുവരുന്നത്, യേശു കേഫ എന്ന പത്രോസിന് പേരാകുന്നത് എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ഞാൻ അല്പം ചിന്തിച്ചതായിരിക്കുന്ന ഒരു കാര്യം, ഈ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായി എന്ന് പറയുമ്പോൾ അല്ലേ, എന്താണ് നമുക്ക് അന്ത്രയോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അല്ലേ? നമ്മളതൊന്ന് ചിന്തിക്കണം. ഒരാളുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ച് അഡ്രസ്സ് ചെയ്ത് ഇല്ലേ, പരീശന്മാരെ ശാസിച്ച്, സദൂക്യരെ ശാസിച്ച്, ഹെരോദാവിൻ്റെ നേരെ ഇല്ലേ ഒരു ഭയം കൂടാതെ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായി കൂടെ നടക്കുന്നതായിരിക്കുന്ന അന്ത്രയോസിനും ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ യഥാർത്ഥമായ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ മനസ്സുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ത്രയോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ? പിന്നീട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ യോഹന്നാൻ സ്നാപകം പഠിപ്പിച്ചു കൊടുത്തായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യേശുവിനെയൊക്കെ കാണുമ്പോൾ അവനോ വളരണം ഞാനോ കുറയണം അല്ലേ? ഇതൊക്കെ കേട്ടാണ് അന്ത്രയോസ് കൂടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ദൈവശബ്ദമായിട്ട് യോഹന്നാൻ്റെ ശബ്ദത്തെ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അതൊരു ദൈവിക ശബ്ദമായിട്ട് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം അല്ലേ അവൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്തിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ യോഹന്നാൻ സ്നാപകനെ വിട്ടിട്ട് ഈ ഒരു സത്യം മശിഹായെ ഞാൻ കണ്ടെത്തി എന്നുള്ളത് പിന്നീട് പത്രോസിനോട് സാക്ഷീകരിക്കത്തക്ക നിലവാരത്തിൽ ഒരു രാത്രി മുഴുവൻ പോയി അവിടെ ഇരിക്കുവാനും യേശുവിൻ്റെ കൂടെ ഇരുന്ന് ആ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി തീർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, ഗുരുവിനോടൊപ്പം പോയി ഇരുന്ന് പഠിക്കുന്നതായിരിക്കുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ അന്ന് പഴയ നിയമകാലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുവിൻ്റെ കൂടെ പോയി അവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് എവിടെയാണ് പാർക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ പോയതെല്ലാം ആ അന്ത്രയോസിൻ്റെ ഉള്ളിലെ ഒരു ദാഹമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് ഞാനിങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഇപ്പം ഞാനിങ്ങനെ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, അപ്പോൾ ഈ അന്ത്രയോസ് അല്ലേ നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നത് അല്ലേ? അന്ത്രയോസ് നേരെ ചെന്നു, കർത്താവ് വിളിച്ചതായിട്ട് എവിടെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് നമ്മൾ കാണുന്നത് മത്തായി 4:18-20 നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നു, നേരെ അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് അല്ലേ, യോഹന്നാൻ സ്നാപകം പറയുന്നത് കേട്ടിട്ട്. രണ്ടാമത്തെ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പറയുന്നത്, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് അരുളി ചെയ്തു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ഇത് കർത്താവിൻ്റെ പേഴ്സണൽ കോളിങ്ങാണ് അല്ലേ? അന്ത്രയോസിനോട് പത്രോസിനോട് മാത്രമാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന പത്രോസിനോട് മാത്രമുള്ള വിളിയായിരുന്നു എന്നൊക്കെയാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവരോട് 2 പേരോട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു ഇല്ലേ? ഈ അന്ത്രയോസിന് ദൈവം കൊടുത്ത ഈ കോളിങ് അല്ലേ, പത്രോസിനെ ഓട്ടോമാറ്റിക്കലി അതിന് മുമ്പ് അവനിൽ ആ ഒരു കൃപ വ്യാപരിക്കുന്നുണ്ട് അല്ലേ? പത്രോസിനെ ആദ്യം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇനി നമ്മൾ താഴേക്ക് പോകുമ്പോൾ ചിലരെയല്ല കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ പറയുന്നേ ഉള്ളൂ. പിന്നീട് നമുക്കത് വചനത്തിലൂടെ നമുക്ക് പിന്നീടും കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മറ്റുള്ളവരെ അടുപ്പിച്ച് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷ ഉള്ള ഒരു മനുഷ്യനാണ് അന്ത്രയോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
കഴിയും. അപ്പം ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് അവിടെ ദൈവം അവരെ ചൂസ് ചെയ്യുക. പക്ഷെ താഴേക്ക് നോക്കിക്കേ, സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും അവരും അവിടെ വല പിടിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ. അപ്പോൾ അവിടെ അവരോട് വല നന്നാക്കുന്നത് കണ്ടു, അവരെയും വിളിച്ചു എന്നേ ഉള്ളൂ. അവർ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് വിളിച്ചില്ല, അവരെ വിളിച്ചു എന്നേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കോളിംഗ് ഉള്ള ഒരു വ്യക്തിയാണ് ആൻഡ്രൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് നമുക്ക് കാണുന്ന ഒരു മൂന്നാമതായിട്ട് കാണുന്ന ലൂക്കോസ് 6:13-15 കർത്താവ് ഒരു രാത്രി മുഴുവൻ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് നമുക്കറിയാം, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് കർത്താവ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ 13-ാം വാക്യത്തിൽ നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അതിൻ്റെ അർത്ഥം കുറേ ശിഷ്യന്മാരെ ഇല്ലേ, കൂടെ ഇരുന്ന കുറേ പേരുണ്ടായിരുന്നു ഒരുമിച്ച് യേശുവിൻ്റെ അടുക്കൽ, ശിഷ്യന്മാരെന്ന് പറയത്തക്കതുപോലെ. പക്ഷേ അവരിൽ 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് പേര് പറഞ്ഞ് തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ അന്ത്രയോസിൻ്റെ പേര് നമുക്കവിടെ രണ്ടാമത് കാണാനായിട്ട് കഴിയും. ഒന്നാമത് അവിടെയും ശീമോൻ പത്രോസ് അല്ലേ, രണ്ടാമത് അന്ത്രയോസിനെ എടുത്ത് കാണാനായിട്ട് കഴിയും. പക്ഷേ ഈ അന്ത്രയോസിന് എവിടെയെങ്കിലും ഒരു എന്താ പറയുക, അന്ത്രയോസാണ് ഫസ്റ്റ് യേശുവിൻ്റെ അടുക്കൽ പത്രോസിനെ കൊണ്ടുവന്നത്. പക്ഷേ ഇങ്ങോട്ടുള്ള ശുശ്രൂഷ എല്ലാം നോക്കുമ്പോൾ പത്രോസാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തി. പക്ഷേ ഈ അന്ത്രയോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാറ്ററായിട്ട് എങ്ങും നമ്മൾ കാണുന്നില്ല അല്ലേ. വളരെ ആ നിലകളിൽ ക്രിസ്തുവിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആൻഡ്രൂവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇനി അടുത്തത് ഞാൻ പെട്ടെന്ന് പോവുക, നമ്മുടെ മുമ്പിലുള്ള എങ്കിൽ നമുക്ക് ഡിസ്കഷനൊക്കെ നമുക്ക് സമയം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്താണ് നമ്മൾ അടുത്തത് നമ്മൾ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം 5 അപ്പം അല്ലേ, 5000 പേരെ പോഷിപ്പിച്ചതായിരിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ അതിൻ്റെ 5-ാം വാക്യം മുതൽ ഞാൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഇത് കേട്ടപ്പോൾ കർത്താവ് ആളുകളെ ഇരുത്തുവാനായിട്ട് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, ഈ അന്ത്രയോസിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അന്ത്രയോസ് പറയാണ്, ഫിലിപ്പോസ് പറയാണ്, ഇത്രയും പൈസയൊക്കെ കിട്ടിയാൽ പോലും ഇത് ഒന്നും ആകത്തില്ല അല്ലേ, ഒരു പോസിബിലിറ്റി അവിടെ ഇല്ലാത്തതായിട്ട് കാണും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ആൻഡ്രൂ അവിടെ ഒരു പോസിബിലിറ്റി ഇല്ലേ, അവിടെ ഇപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊന്നും ആൻഡ്രൂവിന് അറിയത്തില്ല. പക്ഷേ അവിടെ പറയുന്നുണ്ട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 ഏവത്തപ്പവും 2 മീനും ഉണ്ട്. പക്ഷേ ഈ ബാലകൻ എങ്ങനെ ആൻഡ്രൂ അറിഞ്ഞു? നമ്മൾ പലയിടത്തും ഒക്കെ ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബാലകനെ എങ്ങനെയാണ് ആൻഡ്രൂ അറിഞ്ഞത്? നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ളതേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. എങ്ങനെ പരിചയം? ഞാൻ വിശ്വസിക്കുന്നു ഈ മനുഷ്യരെയെല്ലാം പിടിക്കുന്നവനാക്കും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉള്ളത് കൊണ്ടും, തുടക്കം മുതൽ ആ ഒരു എന്താ പറയുന്ന ഒരു ചെരിവ് ആ ഒരു സൈഡിലേക്ക് ഉള്ളത് കൊണ്ടും, ഒരു പക്ഷേങ്കിൽ ഈ മനുഷ്യരുമായിട്ടും ഒക്കെ വളരെ നല്ലൊരു ഇൻട്രാക്ഷൻ. ഇപ്പോൾ കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ വോളണ്ടിയേഴ്സായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ശിഷ്യന്മാരൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് നോക്കി നടക്കുന്നതായിരിക്കുന്ന ഒരു സമയത്ത് മേ ബി ആൻഡ്രൂ കണ്ടതായിരിക്കാം ഈ ബാലകൻ്റെ കയ്യിലുള്ള, അല്ലെ പേഴ്സണലി അറിയുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്ത് തന്നെയായിരുന്നാലും അത് അത്രയും ഉണ്ട് അല്ലേ, ഒരു പോസിബിലിറ്റി ഒന്നുമില്ല, ഈ പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വേറൊരാൾ പറയുമ്പോൾ ഈ ബാലൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞ് അത് കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുവാനുള്ള ഒരു മനസ്സ് അല്ലേ, അത് കർത്താവ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. പത്രോസിൻ്റെ ലൈഫിലാണെങ്കിലും പത്രോസിനെ അന്ത്രയോസ് അവിടെ കൊണ്ടുവന്നു, കർത്താവ് വിളിച്ചു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ പിന്നീട് നോക്കിക്കഴിയുമ്പോൾ പത്രോസിൻ്റെ ലൈഫിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഒരു നെക്സ്റ്റ് ലെവലാണ് കാര്യങ്ങൾ. ഈ അപ്പവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചത് ആൻഡ്രുവാ. അപ്പം ആ ഒരു ഇതിനകത്തും നമുക്ക് പിന്നീട് അല്ലേ 5000 പേർക്ക് അല്ലേ, പുരുഷന്മാർ തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയോ പേര് കാണും അല്ലേ, സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട്. അപ്പോൾ ഇത്രയും പേർക്ക് മാനുഷികമായിരിക്കുന്ന ബുദ്ധിയിൽ ചിന്തിച്ച ആൾക്കാർ വേണമെങ്കിൽ ആൻഡ്രൂവിനെ വേണേൽ കളിയാക്കോ, ഇവൻ പറയാം 5 അപ്പോ 2 മീനും ഉണ്ടെന്ന്. പക്ഷേ ഇതൊന്നും ചിന്തിച്ചില്ല. ആൻഡ്രൂ ഓൾറെഡി ഇത്രയും കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഒരു പോസിബിലിറ്റീനെ ദൈവസന്നിധിയിൽ വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ കർത്താവ് എന്താ ചെയ്യാൻ പോകണമെന്ന് കർത്താവിന് അറിയായിരുന്നു, പക്ഷേ ആൻഡ്രൂവിന് അറിയത്തില്ലായിരുന്നു അല്ലേ. അത് നമ്മൾ കാണുന്നുണ്ട്. പരീക്ഷിക്കാനാണ് ദൈവം അത് ചോദിച്ചതെന്ന് നമ്മൾ ആദ്യ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആൻഡ്രൂവിനെ സംബന്ധിച്ചോളം
ഈ ഒരു അപ്പം കണ്ടു, അതവൻ്റെ മനസ്സിലിരുന്നു. മറ്റുള്ളവർക്ക് ആർക്കും, ശിഷ്യന്മാർക്ക് ആർക്കും നോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബാലകൻ്റെ കയ്യിലിരുന്ന ഈ ഒരു ഫുഡ്. അത് ആൻഡ്രൂ നോട്ട് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് ഒരു പരിധിയിൽ നമുക്ക് ചിന്തിക്കാം. ജനക്കൂട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ വളരെ ശ്രദ്ധയോടെ നടക്കുകയും കാര്യങ്ങളെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു പോയിന്റ്. പിന്നീട് നമ്മൾ താഴേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന വേറൊരു ആൻഡ്രൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഒരു സഹോദരൻ എന്നുള്ള നിലകളിൽ ആൻഡ്രൂവിൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അപ്പവും 2 മീനും അവിടെ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ദൈവസന്നിധിയിൽ ഒക്കെ കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ അത് അവിടെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 12:20 മുതൽ 22 വരെ ഉള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാരായിരുന്നു, ഗ്രീക്കുകാരായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പിന്നെ താഴേക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് യേശു ആ തേജസ്കരണത്തെക്കുറിച്ചും തന്നെ അത് നമ്മൾ നേരത്തെ ഡാനി കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ച ക്ലാസ്സാണത്. അപ്പോൾ കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യം, പെരുന്നാളിൽ നമസ്കരിക്കാൻ, പെരുന്നാൾ യഹൂദന്മാരുടെ ഈ സംഭവം നടക്കുന്നത് ക്രൂശീകരണത്തിന് കുറച്ച് ദിവസങ്ങൾ മുന്നേ. അവിടെ പെസഹ പെരുന്നാളിൻ്റെ സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീക്കുകാർക്ക് യേശുവിനെ കാണാൻ, അവർ ശരിക്കും പറഞ്ഞാൽ ജാതീയ വിശ്വാസത്തിലുള്ളവരാണ്. അപ്പം അവർക്ക് യേശുവിനെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം അവർ വന്ന് നേരെ പറയുന്നത് ഫിലിപ്പോസിൻ്റെ അടുത്താണ്. ഫിലിപ്പോസാണ് ഇവരെയും കൊണ്ട് നേരെ ചെല്ലുന്നത് അന്ത്രയോസിൻ്റെ അടുക്കിലേക്ക്. ഇവിടെ നമുക്കൊരു ക്യാരക്ടർ കാണാനായിട്ട് പറ്റും അല്ലേ. ഈ അന്ത്രയോസിന് ആൾക്കാരെ കൊണ്ടുചെല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം നമ്മുടേതായിരിക്കുന്ന ഇതിനകത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴും എൻ്റെ ഉള്ളത്തിൽ തോന്നിയതുമായിരിക്കുന്ന ചില ചിന്തകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഫിലിപ്പോസ് നേരെ പോയി യേശുവിൻ്റെ അടുക്ക പോയില്ല, പകരം അന്ത്രയോസിൻ്റെ അടുക്കലേക്ക് പോയി. പിന്നെ അന്ത്രയോസ് ഫിലിപ്പോസും ചേർന്നാണ് ഇവർ ഒരുമിച്ച് ഈ യവനന്മാരെയും കൊണ്ട് അടുക്കലേക്ക് ചെല്ലുന്നതും പിന്നീട് ബാക്കി കാര്യങ്ങൾ കർത്താവ് അവിടെ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ശിഷ്യനാണല്ലേ. ഫിലിപ്പോസിന് വേണമെങ്കിൽ നേരെ കൊണ്ടുപോകാമായിരുന്നു യേശുവിൻ്റെ അടുക്കലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട്. കാര്യം ഫിലിപ്പോസിൻ്റെ അടുക്കലല്ലേ വന്നേ. പക്ഷേ സ്റ്റിൽ അന്ത്രയോസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ ഒരുമിച്ച് പോകണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അന്ത്രയോസിന് ഇങ്ങനെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി യേശുവിൻ്റെ അടുക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം മുന്നേയും കാണുന്നിരിക്കുക. നമ്മളിപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ സ്റ്റിൽ ഇവിടെ നമുക്ക് വീണ്ടും അതേ ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം അതാ, മനുഷ്യരെ കൊണ്ടുവന്ന് മനുഷ്യരെ പിടിക്കുന്നവരാ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഇല്ലേ, ഓരോ മനുഷ്യരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക അല്ലേ. അതെന്ന് പറയുന്നതാണ് ഏറ്റവും വലുതായിരിക്കുന്ന ഒരു മിനിസ്ട്രി, ഏറ്റവും വലിയൊരു സുവിശേഷം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് തന്നെ നമ്മളെ കൂടെയും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് അല്ലേ. ചില മിനിസ്ട്രി ചെയ്യുന്ന ചില ആളുകൾ ഒക്കെ, ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, പക്ഷേ ചില പ്രസംഗങ്ങൾ ഇതൊക്കെ കേട്ടുമ്പോൾ ആൾക്കാരെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചിലർ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വഴി. ചില പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ, വചന ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ, അവരിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ എസ്പെഷ്യലി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യേശുവിലേക്ക് അടുപ്പിക്കുക, ദൈവം ആരാണെന്നും ആ ദൈവത്തിൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങൾ ദൈവം അവരോടുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവരെ അടുപ്പിച്ച് നിർത്തുക അല്ലേ. അതാണ് യഥാർത്ഥ മിനിസ്ട്രി എന്ന് പറയുന്നത്. യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിലേക്ക് ഒരുവനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് അവിടെ റോളൊന്നുമല്ല അല്ലേ. വചനം പറയുന്ന പോലെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത് നമുക്കും വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജാതികളായിരിക്കുന്നവരാണ് യവനന്മാരെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ യഹൂദന്മാരെ മാത്രമല്ല,
അപ്പം ജാതികളുടെ ഇടയിലും അന്ന് അന്ത്രയോസിന് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്ന ഒരു ആക്സസ്, അല്ലെങ്കിൽ അവരെ ദൈവസന്നിധിയിലേക്ക് കർത്താവിലേക്ക് നടത്തുവാനുള്ള ഒരു അവരെ ദൈവസന്നിധി കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്ക് അറിയാം കർത്താവ് അവിടെ മറുപടി പറയുന്നതായിരിക്കുന്ന കാര്യം താഴേക്കൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണും, മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ട നാഴിക വന്നിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എൻ്റെ അടുക്കൽ ആകർഷിക്കും. അതിൻ്റെ 32-ാം വാക്യം ഇതെല്ലാം പറഞ്ഞ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിനകത്ത് ഞാൻ ഒരു ഭാഗത്ത് വായിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഗ്രീക്കുകാർ ഈ വന്നത് അല്ലേ, ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ സമയത്ത് ഇവിടെ വന്നതും യേശുവിനെ കണ്ടതും എല്ലാം ഈ യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്കും സുവിശേഷം ഇങ്ങനെ കുറച്ച് വ്യാപരിക്കാനായിട്ട് ഇടയായി തീർന്നു എന്ന് ബൈബിൾ പഠിതാക്കൾ പറഞ്ഞതായിട്ട് ഞാൻ ഒരിടത്ത് വായിക്കാൻ ഇടയായി തീർന്നു. അതും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബൈബിളിൽ അതിനകത്ത് എവിഡൻസുകളില്ല. അങ്ങനെ പറഞ്ഞ ആ ഭാഗം നിർത്തുന്നു. ഇനി അടുത്ത പോയിന്റ്, നമ്മുടെ മുമ്പിൽ 10 മിനിറ്റോടെ സമയമുണ്ടല്ലേ, ഓക്കെ. അടുത്ത ഒരു പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു മർക്കോസിൻ്റെ സുവിശേഷം, അത് മർക്കോസിലാണ് കിടക്കുന്നത്. ബാക്കി നമ്മളീ പറഞ്ഞ ബാക്കിയെല്ലാം യോഹന്നാനിൽ തന്നെ ഉണ്ടായിരുന്നു. മർക്കോസ് 13 അതിൻ്റെ 3-ാം വാക്യം ആദ്യം വായിക്കാം. ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ ഒലിവ് മലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും അന്ത്രയോസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും? അതിനെയെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണമെന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. ആ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതിൻ്റെ 1-ാം വാക്യമാണ് നമ്മളവിടെ കാണുന്നത്. അവൻ ദൈവാലയത്തെ വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. അത് ദൈവാലയത്തെക്കുറിച്ച് പറയുക, ഒരു ശിഷ്യൻ പറയുക അല്ലേ, ഇത് എത്ര വലിയ കല്ലുകൾ, എത്ര മനോഹരമായിട്ടാണ് ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒരു ശിഷ്യൻ പറയുന്നതായിരിക്കുന്ന സമയത്ത് യേശു അവിടെ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രവചനം കർത്താവ് അവിടെ പറയുകയാണ്. ഒരു കല്ലിന്മേൽ കല്ല് അത് ശേഷിക്കത്തില്ല എന്നുള്ളത് നമുക്കതവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പം ഇവിടെ കർത്താവ് പറയുകയാണ്, അപ്പം യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഏറ്റവും ഉണ്ടായത് ആർക്കാ? ഈ ബാക്കി ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ പറയാണ് പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട് ചോദിക്കുക, ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ യേശു പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രവചനം അല്ലേ. അതുപോലെ നമ്മൾ ആദ്യം കണ്ട് യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു സത്യത്തിൻ്റെ പുറകെ പോയതായിരിക്കുന്ന അന്ത്രയോസ്. ഇവിടെ നമ്മൾ കാണുന്നു അന്ത്രയോസ് ഈ ഒരു കാര്യം കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ചുമ്മാതെ ഒന്നും ഒരു കാര്യം പറയത്തില്ല എന്നുള്ളത് 100% ഈ കൂടെ നടന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അന്ത്രയോസ്. അതുകൊണ്ടാണ് സ്വകാര്യമായിട്ട് നമ്മൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും നമുക്ക് അറിയാം, നമ്മളെപ്പോഴും അല്ലേ മറുരൂപമലയിലും ഒക്കെ ഇവർ 3 പേരും കുറച്ചും കൂടെ ഇത് നിന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമുക്ക് അന്ത്രയോസിനെയും കൂടെ, ഈ 3 പേരിൽ ഒരാളായിട്ട് അന്ത്രയോസിനെയും കൂടെ ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. കാരണം ഇത് സ്വകാര്യമായിട്ട് ദൈവത്തോട് എങ്ങനെ ഇത് സംഭവിക്കും അല്ലേ, എന്താണ് അതിന് നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് അല്ലേ എന്ന് ചോദിക്കാനായിട്ട് വന്നു. അപ്പോൾ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന അന്ത്രയോസ്, ഈ അന്ത്രയോസ് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, സത്യം അറിയാനായിട്ട് അല്ലേ, ആദ്യം നമ്മൾ പറഞ്ഞു ഇതൊക്കെ തന്നെ, ഇവിടെയും നമുക്കത് തന്നെയാണ് അല്ലേ, സത്യം മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിച്ചതായിരിക്കുന്ന ഒരു ശിഷ്യൻ അല്ലേ, കർത്താവിൻ്റെ വാക്കുകളെ വളരെ ഗൗരവമായിട്ടെടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വകാര്യമായി പോയി കാര്യങ്ങൾ പേഴ്സണലി ഇല്ലേ ഒരുമിച്ച് ഇപ്പോൾ അവിടെ ഇരുന്ന് ചോദിക്കുന്നതിനേക്കാളും ഞാനും വിശ്വസിക്കുന്നു നമ്മൾ പേഴ്സണലി ഇരുന്ന് നമ്മൾ ദൈവമായിട്ട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെ അത് കുറച്ചും കൂടെ ആഴത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യമായിട്ട് ഇവർ ഒരുമിച്ച് പോയി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കരുത്. ചില കാര്യങ്ങൾക്ക് അത് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ നമ്മളത് പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരും. ചില ഡൗട്ട്സ് നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ വേറെ എങ്ങും അല്ല പോകേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് അല്ലേ അതിനുള്ള ഉത്തരം മാനുഷികമായിരിക്കുന്ന നിലകളിൽ അവർ തമ്മിലൊന്നും ഡിസ്കസ് ചെയ്യാതെ അല്ലേ, ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, പക്ഷേ ഇതൊക്കെ എന്തായിരിക്കാം കർത്താവ് ഉദ്ദേശിച്ചത് എന്നൊരു ഇമാജിനേഷൻ അവരുണ്ടാക്കിയില്ല. അവർ 4 പേരും കൂടെ ഒരുമിച്ച് പോയി ദൈവസന്നിധിയിൽ പോയി ഇരുന്ന് അല്ലെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞ വ്യക്തി ഇല്ലേ ആ വ്യക്തിയിൽ നിന്ന് തന്നെ അതെന്താണ് എന്ന് ഗ്രഹിക്കാനായിട്ട് അവർ ആ സംശയങ്ങൾ യേശുവിൻ്റെ അടുക്കൽ തന്നെ കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്രയൊക്കെ കാര്യങ്ങളാണ്
ശരിക്കും പറഞ്ഞാൽ ബൈബിളിനകത്ത് ഞാൻ മനസ്സിലാക്കിയതായിരിക്കുന്ന അന്ത്രയോസിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യം കുറച്ച് വേഴ്സസ് ആണുള്ളൂ. ഇനി അടുത്ത ക്യാരക്ടേഴ്സൊക്കെ എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും വേഴ്സസൊക്കെ ഞാൻ ആദ്യം എടുത്തതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ വേഴ്സസ് കിട്ടി. ഇനിയുള്ളതിനകത്ത് വേഴ്സസൊക്കെ കുറവാണ്, പക്ഷേ സ്റ്റിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ ഇനി മുന്നോട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു, അഭിഷേകം പ്രാപിച്ചു. ഇതൊക്കെ നമുക്കറിയാം അല്ലേ? അന്ത്രയോസിനെ കുറിച്ച് നമുക്ക് അന്ത്രയോസിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കറിയാം ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു, അവർ ആത്മാവിൽ നിറഞ്ഞു അല്ലേ, പത്രോസ് എഴുന്നേറ്റ് നിന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് അന്ത്രയോസ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നീട് ചില ചരിത്ര സ്രോതസ്സുകൾ മാത്രം ഞാൻ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അന്ത്രയോസിൻ്റെ മരണം എന്നുള്ളതും കൂടെ. കാരണം അത് ചരിത്രത്തെ ആസ്പദമാക്കി അല്ലാതെ വചനത്തെ ആസ്പദമാക്കി പറയാൻ തെളിവുകൾ ഇല്ല. പക്ഷേ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലും ഈ ആൻഡ്രൂവിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നതായിരിക്കുന്ന ആൻഡ്രൂസ് മിറക്കിൾ എന്നും ആൻഡ്രൂവിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിരിക്കുന്ന ചില ബുക്കുകൾ ഉണ്ട്. അതെല്ലാം ഈ ബൈബിൾ ചരിത്ര ബുക്കുകളായിട്ട് നമുക്ക് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്തുമൊക്കെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഇത് ബൈബിളിൻ്റെ ഭാഗമല്ല, പക്ഷേ വളരെ പഴയ കാലത്ത് എഴുതപ്പെട്ട ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ എന്ന് പറയത്തക്ക രീതിയിലാണ് ആ ബുക്കുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ അന്ത്രയോസ് യുക്രൈനിൽ, ഇന്നത്തെ യുക്രൈൻ സ്ഥലത്തും ഗ്രീസിലും ഒക്കെ സുവിശേഷം കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ഞാൻ എങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാരണം ഈ സഭ പാരമ്പര്യ ബുക്കുകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. പിന്നീട് ഈ മരണശിക്ഷ നമുക്കെല്ലാം അറിയാം, അന്ത്രയോസ് മരിച്ചത് ക്രൂശിലാണ്. പക്ഷേ ഈ മരണത്തിന് കാരണമായി തീർന്നതും ഈ സുവിശേഷം അറിയിക്കുന്നതായിരിക്കുന്ന സമയത്ത് അഗീറ്ററ്റസ് എന്നാന്ന് തോന്നുന്നു, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റോമ ഗവർണറുടെ വൈഫ് ഈ സുവിശേഷം അറിയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ഗവർണർ പറഞ്ഞു, ഇനി ഇവിടെ സുവിശേഷം പറയരുത് എന്ന് പറഞ്ഞ് വളരെ വിലക്കി. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് ഈ മനുഷ്യൻ നിൽക്കുകയും ഇങ്ങനെ ആൻഡ്രു നിൽക്കുകയും അങ്ങനെ വധശിക്ഷയെങ്കിലും മരണം വരെ സഹിക്കാൻ ഞാൻ റെഡിയാണെന്നുള്ള ഒരു വളരെ സ്ട്രോങ് ഡിസിഷനോടെ നിൽക്കുന്ന സമയത്ത് ആണ് ഇങ്ങനെ ക്രൂശീകരണം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സമയത്തും എക്സ് ആകൃതിയിലുള്ള, അത് ആൻഡ്രൂസ് ക്രോസ് എന്ന് അതിന് പറയുന്നതെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള ആ ക്രോസിനകത്ത് ചെരിഞ്ഞ് കിടന്ന് 2 ദിവസം ക്രൂശി കടന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് മരിച്ചത്. അതാണ് അങ്ങനെ. ഇതൊന്നും ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നാലും ചരിത്രം ചില സമയത്തൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളല്ലേ, ബാക്കിയുള്ള അപ്പോസ്തലന്മാരും ഒക്കെ എങ്ങനെയാണ് മരിച്ചതെന്ന് നമ്മൾ പറയണേ, തലകീഴായിട്ട് പത്രോസിനെ ക്രൂശിച്ചു, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ബേസിലാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ ആൻഡ്രൂവിനെ കുറിച്ചും ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞ, എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തു. അങ്ങനെ ജനിച്ചു അല്ലേ, തുടക്കം മുതലേ ഒരു വിളിയുള്ള ഒരു മനുഷ്യൻ, അവസാനം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേതിനേക്കാളും വളരെ എൻഡായിട്ട് ഉള്ള ഒരു രീതിയിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്നുള്ളതിനേക്കാൾ ഉപരി വേറൊന്നുമില്ല അല്ലേ. ഏറ്റവും ശക്തമായിരിക്കുന്ന നിലകളിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് സുവിശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി സാക്ഷിയായി നിൽക്കാനുമൊക്കെ ദൈവം കൃപ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച അസാധാരണമായിരിക്കുന്ന അഭിഷേകം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ആൻഡ്രൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാറ്റിലും ഉപരി നമ്മൾ ചിന്തിച്ചതുപോലെ അല്ലേ, സത്യത്തിന് വേണ്ടി എപ്പോഴും സത്യം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിച്ചതായിരിക്കുന്ന മനുഷ്യൻ. ആദ്യം അല്ലേ ആ മെശിഹായെ കണ്ടെത്തി അല്ലേ, അത് തന്നെ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോണം നമ്മൾ അല്ലേ. അപ്പോൾ ആ പഴയ നിയമമായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ പഴയ നിയമം എന്ന് പറയാൻ പറ്റില്ല, അന്നത്തെ അവരുടെ ഇതായിട്ട് തോറയും കാര്യങ്ങളും ഇതുമെല്ലാം ആയിട്ട് ആ വചനമായിട്ട് ന്യായപ്രമാണമായിട്ട് നല്ലൊരു ബന്ധം ഈ മനുഷ്യനുണ്ടായിരുന്നിരിക്കണം തീർച്ചയായിട്ടും അല്ലേ. യോഹന്നാൻ്റെ ശിഷ്യനാവുന്നു, അതിനുശേഷം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അത് മശിഹയാണെന്ന് പോയി സഹോദരനോട് പറയാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്. ഈ ബാലകനെ അടുക്കൽ നിന്ന് അപ്പം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്, ഗ്രീക്കുകാരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്, പിന്നീട് ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ത്രയോസിൻ്റെ മേലുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന കോളിങ്ങും മിനിസ്ട്രിയും എല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇനി ഞാൻ എന്തെങ്കിലും പോയിന്റുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള സമയം ഡാനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കൂടെ കണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയത്. എല്ലാം പറയാനുണ്ടെങ്കിൽ ഓക്കെ. എന്തായാലും കേട്ട വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മൈക്ക് ഡാനിക്ക് കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവെ, ഞങ്ങളിലൂടെ കർത്താവെ യേശുപ്പിച്ച ഞങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത്
ഞങ്ങൾ എടുക്കേണ്ടുന്ന കാര്യങ്ങളെ കർത്താവെ വചനപ്രകാരം ഞങ്ങൾ കർത്താവെ ആൻഡ്രൂവിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ കർത്താവെ ഒരു സത്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരായി, ഞങ്ങളുടെ സംശയങ്ങൾ ദൈവസന്നിധിയിൽ തീർക്കുന്നവരായി, കർത്താവെ മനുഷ്യരെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നവരായി, തിരുനാമ മഹത്വത്തിനായിട്ട് കർത്താവെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവെ ഹല്ലേലൂയ അവസാന നിമിഷം വരെയും തൻ്റെ ജീവൻ കൊടുത്തും കർത്താവിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി കർത്താവെ ജീവിച്ചു മരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വൻ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ പിതാവേ. ആമേൻ.